ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചിട്ടുള്ള ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പെക്ടേഷൻസും ഒപ്പം തന്നെ അനാലിസിസും നമ്മളോടൊപ്പം പങ്കുവെക്കുവാനുമായിട്ട് ഇൻഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് സാർ ആൻഡ് വെൽക്കം ടു ദി ഷോ. മോർണിംഗ് അൻല, മോർണിംഗ് വ്യൂവേഴ്സ്. യെസ് സർ, ആദ്യം നമുക്ക് US സൂചികയിലേക്ക് തന്നെ പോയി നോക്കാം. ഇന്നലെ US സൂചികകളെ സംബന്ധിച്ചിട്ട് പൊതുവേ ഒരു നെഗറ്റീവ് ടോണായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ടെക് ഹെവി ആയിട്ടുള്ള നാസ്ഡാക്കിൽ 1.5% മുകളിൽ ഉള്ളൊരു ഇടിവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസിലേക്ക് വരികയാണെങ്കിൽ 0.42% ഇടിവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുന്നോട്ടേക്ക് ഇനി അമേരിക്കൻ സൂചികൾ താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, ഇന്നലെ അമേരിക്കൻ ബോത്ത് ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്കിൽ നമുക്ക് വീക്ക്നെസ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഇന്നലത്തെ ആ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ നല്ല സാധ്യത കാണുന്നുണ്ട്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 42,100 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് അഗെയിൻ ബുള്ളിഷായി തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 21,100 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. കമോഡിറ്റി മാർക്കറ്റിലേക്ക് കൂടി വരികയാണ്. കമോഡിറ്റി മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും ഇന്നിപ്പോൾ ബ്രെൻഡിനെ സംബന്ധിച്ചിട്ട് പൊതുവെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും WTI ക്രൂഡിലേക്ക് എത്തുമ്പോഴേക്കും 0.43% നേട്ടം നിലനിർത്തിക്കൊണ്ട് $74.57 എന്നൊരു നിലയിലാണ് WTIയുടെ ഫ്യൂച്ചേഴ്സിൽ ട്രേഡിംഗ് നടന്നു വരുന്നത്. ബ്രെൻഡിലേക്ക് എത്തുകയാണെങ്കിലും സമാനമായിട്ടുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് $77.3 എന്നൊരു നിലയിലേക്കും ഉയർന്നിട്ടുണ്ട്. ക്രൂഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? അല്ല, ക്രൂഡിന്റെ ഓൾറെഡി നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ സാധിച്ചു. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി അവോയ്ഡ് ചെയ്യണം. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആകാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ $70. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ താമസിക്കാതെ തന്നെ $75 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യും. അതിൽ തന്നെ ഈ 3 ഹെവി വെയ്റ്റ് സ്റ്റോക്സിലും നമുക്ക് ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കും. ക്രൂഡ് ഓയിലിന്റെ കേസിൽ $75 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ആൻഡ് നിഫ്റ്റി 50 നമുക്കൊരു റിക്കവറി കാണാൻ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ 3 സ്റ്റോക്സ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. യെസ്, അതിനോടൊപ്പം തന്നെ ഗോൾഡിലേക്ക് കൂടി കിടക്കുകയാണ്. ഗോൾഡിനെ സംബന്ധിച്ചിട്ടും ഇന്നിപ്പോൾ പൊതുവെ ഒരു പോസിറ്റീവ് ടോൺ എന്ന നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ടോണിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത്. ഫ്യൂച്ചേഴ്സിലേക്ക് എത്തുമ്പോഴേക്കും ട്രോയ് ഓൺസിന് $2,662.51 എന്നൊരു നിലയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇന്നലത്തേനും കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരല്പം കൂടി മെച്ചപ്പെട്ട സ്ഥിതിയാണ് കാണാൻ സാധിക്കുന്നത്. ഗോൾഡ് ഫ്യൂച്ചേഴ്സിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് സൈഡ് വേസ് മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $2,685. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ $30 മുതൽ $40 നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ $2,620 അമേരിക്കൻ ഡോളർ. ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ആഭ്യന്തര വിപണിയിലേക്ക് എത്തുമ്പോഴേക്കും പ്രധാനമായിട്ടും ഇന്നലെ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ആയിരുന്നു നിഫ്റ്റി 50യിൽ കാണാൻ സാധിച്ചിരുന്നത്. 23,600 മുതൽ 23,795 അല്ലെങ്കിൽ 23,800 ആ ഒരു റേഞ്ചിനുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രധാനമായിട്ടും നിഫ്റ്റി 50യിൽ ഇന്നലെ ട്രേഡിംഗ് നടന്നിട്ടുണ്ടായിരുന്നത്. കാര്യമായിട്ടുള്ള വലിയ ചലനങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കാതെ കൂടുതലായിട്ടും ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെൻറ്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. നിഫ്റ്റി 50യിൽ മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ ബെയറിഷായി തന്നെ തുടരുകയാണ്. ബട്ട് നിഫ്റ്റി 50യുടെ കേസിൽ ഒരു ശ്രമം നടക്കുന്നുണ്ട് ഒരു പുതിയ സപ്പോർട്ട് പ്രൈസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് 23,400 പോയിന്റ് ലെവലിൽ. സോ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ. സപ്പോർട്ടായിട്ട് 23,400, റെസിസ്റ്റൻസ് ആയിട്ട് 24,400. ഈ ഒരു 1000 പോയിന്റിന്റെ റേഞ്ചിന്റെ ഇടയ്ക്ക് നിഫ്റ്റി 50 ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ട്രെൻഡ് സൈഡ് വേസ് ആയി തന്നെ തുടരും.
യെസ്, അതിനോടൊപ്പം തന്നെ നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി എത്തുകയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ട് ഇന്നലത്തെ ഒരു പ്രകടനം വെച്ച് വിലയിരുത്തുമ്പോഴേക്കും ബെഞ്ച് മാർക്ക് സൂചികയായ നിഫ്റ്റി 50-നായിട്ടും ഒരല്പം കൂടി മെച്ചപ്പെട്ട പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. മാത്രമല്ല ക്ലോസ് ചെയ്തിരിക്കുന്ന 50,000 എന്നൊരു ലെവൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ക്ലോസ് ചെയ്യാനും സൂചികയ്ക്ക് സാധിച്ചിട്ടുണ്ട്. 50,202.15 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? അല്ല, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 50,000 പോയിന്റിന് പ്രാധാന്യം ഒന്നും തന്നെ ഇല്ല. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 49,750 പോയിന്റ്. ഓൾറെഡി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അടുത്ത മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 49,750 പോയിന്റ്. നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ കാണാൻ സാധിക്കണമെങ്കിൽ 52,000 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. യെസ് സർ, അതിനോടൊപ്പം തന്നെ ഇന്നലെ ഒരു പെർട്ടിക്കുലർ പ്രത്യേകിച്ചും ഇൻഷുറൻസ് ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടൊരു ബൈങ് എല്ലാ പ്രധാനപ്പെട്ടിട്ടുള്ള ലിസ്റ്റ് ചെയ്യപ്പെട്ട ഇൻഷുറൻസ് ഓഹരികളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് കടന്നപ്പോഴേക്കും SBI ലൈഫ്, HDFC ലൈഫ് തുടങ്ങിയ ഓഹരികൾ ആ ഒരു ടോപ്പ് ഗെയിനേഴ്സ് പട്ടികയിലേക്ക് ഉൾപ്പെട്ടതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. SBI ലൈഫിലേക്കാണ് ആദ്യമായിട്ട് താങ്കളുടെ ഒരു ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഇന്നലെ 3% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് SBI ലൈഫിൻ്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഓഹരികളുടെ മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സോ SBI ലൈഫിന്റെ കേസിലും HDFC ലൈഫിന്റെ കേസിലും രണ്ടിലും ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. ബട്ട് SBI ലൈഫിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കണമെങ്കിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞ ഒരു റേഞ്ച് എന്ന് പറയുന്ന 1420 മുതൽ 1460 ഈ ഒരു റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിച്ചാൽ ഇറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. അതേസമയം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽസ് ആദ്യത്തെ 1500 അതിനുശേഷം 1570. യെസ് സർ, ഒപ്പം തന്നെ HDFC ലൈഫിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവയ്ക്കാമോ? HDFC ലൈഫിന്റെ കേസിലും സിമിലർ പാറ്റേൺ. ബട്ട് നമ്മൾ SBI ലൈഫിനോടൊപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും SBI ലൈഫിൽ നമുക്ക് കഴിഞ്ഞ 2 സെഷൻസിൽ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും HDFC ലൈഫിന്റെ കേസിൽ നമുക്ക് അങ്ങനെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. HDFC ലൈഫിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 660 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ആദ്യം ബ്രേക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ICICI ലൊംബാർഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ 4% നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ICICI ലൊംബാർഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ICICI ലൊംബാർഡിന്റെ കേസിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നുണ്ട്. ബട്ട് ഈ ഒരു കേസിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടിലും റിവേഴ്സൽ നടക്കാൻ ഹൈ പോസിബിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. 1920 രൂപയിലെ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്ന ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 2000 രൂപയും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സർ, അതിനോടൊപ്പം തന്നെ ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുമ്പോൾ ഏറ്റവും അധികം തുടക്കം മുതൽ അവസാനം വരെ വളരെ ശക്തമായിട്ടൊരു ബൈയിങ് കടന്നു വന്ന ഓഹരിയായിരുന്നു ONGCയുടേത്. ONGCയെ സംബന്ധിച്ചിട്ട് വളരെ ശക്തമായിട്ടൊരു ബൈയിങ്ങിൽ ആ ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ആ ഒരു കൺസോൾട്ടേറ്റഡ് മാർക്കറ്റിൽ ക്ലോസ് ചെയ്യാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. ONGCയിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ള ഒരു വിലയിരുത്തൽ എന്താണ്? ONGCയുടെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിന് ശേഷം വലിയൊരു സെൽ ഓഫ് ആയിരുന്നു നടത്തുന്നത്. ബട്ട് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്കിൽ പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓൾറെഡി ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടന്നു കഴിഞ്ഞു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നിലനിർത്തുക. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ ഏറ്റവും നല്ലൊരു റേഞ്ച് എന്ന് പറയുന്നത് 250 മുതൽ 260 രൂപ ആ ഒരു റേഞ്ചിലായിരിക്കും. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 290 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ നേരത്തെ ക്രൂഡ് ഓയിലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ONGC, റിലയൻസ് ഇൻഡസ്ട്രി ആൻഡ് ഓയിൽ ഇന്ത്യയെ കുറിച്ച് സംസാരിച്ചിരുന്നു. സോ ഈ 3 സ്റ്റോക്സ് ആയിരിക്കും നിഫ്റ്റി 50യിൽ ഒരു റിക്കവറി കാണാൻ സാധിക്കണമെങ്കിൽ ഏറ്റവും അധികം സപ്പോർട്ട് നൽകേണ്ടത്.
താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഓയിൽ ഇന്ത്യയിലും വളരെ ശക്തമായിട്ടൊരു ബൈയിങ് ഇന്നലെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം വളരെ ശക്തമായിട്ടൊരു കറക്ഷൻ നേരിട്ടൊരു ഓഹരി കൂടിയാണ് ഓയിൽ ഇന്ത്യ. ഏകദേശം ഒരു 4 മാസങ്ങൾക്ക് ഒരു കറക്ഷൻ ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ഇന്ത്യയിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ളൊരു ടേക്ക് എന്താണ്? ഏതൊക്കെ ലെവലുകളാണ് പ്രധാനമായിട്ടും ഈ ഒരു ഓഹരിയിൽ വാച്ച് ചെയ്യുന്നത്? സോ ഓയിൽ ഇന്ത്യയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് നടക്കുന്നത്. ഈ സ്റ്റോക്കിന് ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത് 410 രൂപ. എനിക്ക് തോന്നുന്നില്ല 410 സപ്പോർട്ട് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. സോ ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 522 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 540 ആ ഒരു റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് മുന്നേറ്റം നമുക്ക് സാർ, ഏതായാലും ധാരാളം പ്രേക്ഷകർ ക്വയറീസുമായിട്ട് എത്തിയിട്ടുണ്ട്. അതിലാദ്യമായിട്ടൊരു പ്രേക്ഷകൻ ടാറ്റ പവറിൽ നിന്നുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ പവറിനെ സംബന്ധിച്ചിട്ടുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? ടാറ്റ പവറിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ബൈയിങ് അവസരവും ഈ സ്റ്റോക്കിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 370 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 440 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒന്നിലധികം പ്രേക്ഷകർ വിവിധ റെയിൽവേ ഓഹരികളുമായി ബന്ധപ്പെട്ടുള്ള ചില വ്യൂസ് ചോദിച്ചിട്ടുണ്ട്. അതിലാദ്യമായിട്ട് ടെക്സ്മാക്കോ റെയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്മാക്കോ റെയിലിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ 3% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ടെക്സ്മാക്കിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ടെക്സ്മാക്കോയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ 4-5 ആഴ്ചക്കിടെ ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന്റെ കേസിൽ 175 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വന്നിട്ടുണ്ട്. ബട്ട് നമുക്കൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ സ്റ്റോക്ക് 220 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ട്രെൻഡുമായി ബന്ധപ്പെട്ടുള്ള ചില ക്വയറീസ് എത്തിയിട്ടുണ്ട്. ട്രെൻഡിനെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു ടോപ്പ് ലൂസറിൽ ഉൾപ്പെട്ടുള്ള ഒരു പ്രധാന ഓഹരിയായിരുന്നു ട്രെൻഡ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ട്രേഡിങ്ങിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്കിടും വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ട്രെൻഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ട്രെൻഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് തുടരുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6780 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കണമെങ്കിൽ 7500 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ സോന കോംസുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 0.5% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സോന കോംസിന് സാധിച്ചിട്ടുണ്ട്. സോന കോംസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? So Sona BLW Precision is a small cap stock. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഇന്നലെ അവസാനത്തെ ഒരു ഫേസിൽ നമുക്കൊരു ഷോർട്ട് കവറിങ് കാണാൻ സാധിച്ചിരുന്നു. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 570 രൂപ. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ സ്റ്റോക്കിൽ ഷോർട്ട് കവറിങ് നടക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 610, അതിനുശേഷം 640. അതിനൊപ്പം തന്നെ തങ്കമ്മ ചാക്കോ എന്ന പ്രേക്ഷക ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇന്നലെ 1.25% മുകളിൽ ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. IOCയിൽ ഇനി മുന്നോട്ടേക്കൊരു നിക്ഷേപകൻ ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? IOCയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി തുടരുന്നു. ബട്ട് ഈ ഒരു കേസിൽ നമുക്കൊരു ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 130 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 142 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 146, അതിനുശേഷം 155. ഒന്നിലധികം പ്രേക്ഷകർ ടാറ്റ മോട്ടോഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ടാറ്റ മോട്ടോഴ്സിൽ ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ജൂലൈ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ഹൈ പോസിബിലിറ്റി ഉണ്ട് ഒരു ട്രെൻഡ് റിവേഴ്സലിനായിട്ട്. നമ്മൾ ഒരു അല്പം എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 822, 822 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അവിടെ നിന്ന് ഒരു 80 മുതൽ 90 രൂപയുടെ നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
ബട്ട് ടാറ്റ മോട്ടോഴ്സിനേക്കാൾ വളരെ ശക്തമായിട്ടൊരു മൂവ്മെന്റ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് മാരുതി കഴിഞ്ഞ 2 ആഴ്ചക്കിടെ വലിയൊരു നേട്ടം നടത്തി ഓൾറെഡി ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. സോ ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 11,830 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 12,200. ആ ഒരു റെസിസ്റ്റൻസും കൂടെ ഈ സ്റ്റോക്കിനെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ്, അതിനോടൊപ്പം തന്നെ ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഇടിവിലായിരുന്നു ഒരു നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാറ്റ സ്റ്റീലിലുള്ള ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് അറ്റ് ദ മൊമെന്റ് ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഇന്നലെ നമ്മൾ കണ്ട നേരിയ നേട്ടം വെറും ഷോർട്ട് കവറിംഗ് മാത്രം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 130 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിംഗ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 140, അതിനുശേഷം 145. യെസ് സർ, അതിനൊപ്പം തന്നെ മറ്റൊരു ടാറ്റ ഓഹരിയായിട്ടുള്ള ടാറ്റ എലക്സിയുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. ടാറ്റ എലക്സിയെ സംബന്ധിച്ചിട്ട് നാളെ അവരുടെ 3ാം പാദ റിസൾട്ടുകൾ വരാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഒരു 0.5% മുകളിൽ നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ടാറ്റ എലക്സിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ടാറ്റ എലക്സിയുടെ നിലവിലുള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6,350 രൂപയിലായിരിക്കണം സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 7,500 റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. യെസ്, ഒപ്പം തന്നെ നാളെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന മറ്റൊരു കമ്പനിയാണ് IREDയെ സംബന്ധിച്ചിട്ട് ഇന്നലെയും ഏകദേശം ഒരു 2% ഒരു നേട്ടം നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞൊരു ജൂലൈക്ക് ശേഷം. എന്നാൽ കാര്യമായ തോതിലുള്ളൊരു മൂവ്മെൻ്റ് ഒന്നും ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുമില്ല. IREDയിലുള്ള താങ്കളുടെ മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? ഈ ഒരു റിസൾട്ട് മുന്നോടിയായിട്ട് നേരത്തെ സൂചിപ്പിച്ച ഏതെങ്കിലും തരത്തിലുള്ളൊരു മൊമെൻറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ജനറലി നമ്മളൊരു റിസൾട്ടിന്റെ ബേസിസിൽ ഒരു പൊസിഷൻ എടുക്കുന്നത് വളരെ റിസ്കി ആയിരിക്കും. ബട്ട് എങ്കിലും നമുക്ക് IREDയുടെ കേസിൽ കഴിഞ്ഞ 1.5 ആഴ്ചക്കിടെ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. 210 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 235 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 240, അതിനുശേഷം 250 രൂപയിലും ആയിരിക്കും. യെസ്, അതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സെയിലിൻ്റെ ഓഹരികൾ കഴിഞ്ഞ ദിവസം 0.5% മുകളിൽ നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. സെയിലിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേസിലും ലൈക്ക് ടാറ്റ സ്റ്റീൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 108 രൂപയിലെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ സ്റ്റോക്കിൽ 120 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 130, അതിനുശേഷം 138 ആയിരിക്കും. സൊമാറ്റോയിലുള്ളൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. സൊമാറ്റോയെ സംബന്ധിച്ച് ഇന്നലെ വളരെ ശക്തമായിട്ടൊരു സെൽ ഓഫ് നേരിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം 5% ഇടിവിലാണ് സൊമാറ്റോയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൊമാറ്റോയിലുള്ളതിന് മുന്നോട്ടേക്കുള്ളൊരു വിലയിരുത്തൽ എന്താണ്? സൊമാറ്റോയുടെ കേസിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിൽ നമുക്കൊരു സെല്ലിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കഴിഞ്ഞു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 280 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സ്റ്റോക്കിന് അതിന് ശേഷമുള്ള മേജർ സപ്പോർട്ട് 238 രൂപയിലാണ് കാണുന്നത്. 238 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു സെൽ ഓഫ് നടക്കും. ഒപ്പം തന്നെ വിശാൽ മെഗാമാർട്ടുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. വിപണിയിലേക്ക് എത്തിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ല. ഡിസംബർ 18 ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ കഴിഞ്ഞൊരു ജനുവരി 3 പരിശോധിക്കുമ്പോഴേക്കും ഒരു 52 വീക്ക് പുതിയൊരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയും 8% മുകളിൽ നേട്ടത്തിലാണ് വിശാൽ മെഗാമാർട്ടിൻ്റെ ഓഹരികൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. വിശാൽ മെഗാമാർട്ടിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, പറഞ്ഞതുപോലെ വിശാൽ മെഗാമാർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. സോ ഇതിലൊരു ലോങ് ടേം വ്യൂ നൽകാൻ സാധിക്കുന്നില്ല.
എങ്കിലും കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. 103 രൂപയിലെ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 118. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ഭാരത് ഫോർജുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 0.5% നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഭാരത് ഫോർജിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഭാരത് ഫോർജിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഭാരത് ഫോർജിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഒരു ലോ റിസ്ക് ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1240 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്കിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 1360 അതിനുശേഷം 1400 രൂപയിലും ആയിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ സ്കിപ്പർ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ളൊരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്കിപ്പർ ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം 1.5% നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പറിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സ്കിപ്പർ വീണ്ടും ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. ഈ സ്റ്റോക്കിന്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് ഒത്തിരി വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 505 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇത് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 580 രൂപയിലായിരിക്കും. മറ്റൊരു പ്രേക്ഷകൻ സൗത്ത് ഇന്ത്യൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 1% ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഓഹരികളിലുള്ള ഒരു വ്യൂ എന്താണ്? സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ നമുക്ക് നവംബർ മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലും നടന്നിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ ഒത്തിരി സെല്ലിംഗ് പ്രഷർ ഈ സ്റ്റോക്ക് നേരിട്ടിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 24 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ബാങ്കിങ് മേഖലയിൽ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലൊരു ലോ റിസ്ക് ട്രേഡിംഗ് അവസരം ഇപ്പൊ കാണാൻ സാധിക്കുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ കേസിലാണ്. ഡിസംബർ മാസത്തിൽ 920 രൂപയിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ നേരിയൊരു റിക്കവറി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1005 അതിനുശേഷം 1022 ആയിരിക്കും. 1022ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേമിൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒന്നിലധികം പ്രേക്ഷകർ വിവിധ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടി ചോദിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1438 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 1640 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന്റെ കേസിലും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് 1510 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലെ അല്പം വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. 2040 രൂപയിൽ മെയിൻറ്റെയിൻ. ഇതിന്റെ ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കും 2280 രൂപയിലാണ്. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കുകയാണ്.